ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. പ്രശസ്ത ട്രക്ക് മോഡലുകളായ ടോറസ്, ഹിപ്പോ എന്നിവ വീണ്ടും വിപണിയിൽ അവതരിപ്പിച്ച ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ വാണിജ്യ വാഹന നിർമ്മാതാക്കളായ അശോക് ലൈലാൻഡ് നൂതന AVTR മോഡുലാർ ട്രക്ക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഈ വാഹനങ്ങൾ ഇന്ത്യയിലുടനീളമുള്ള അശോക് ലൈലാൻഡ് ഡീലർഷിപ്പുകൾ വഴി ബുക്ക് ചെയ്യാം. അശോക് ലൈലാൻഡിന്റെ കരുത്തിനും വിശ്വാസ്യതയ്ക്കും പേരുകേട്ട ടോറസ്, ഹിപ്പോ മോഡലുകൾ ഇന്ത്യയുടെ വളരുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജിയോടെയാണ് തിരിച്ചെത്തുന്നതെന്ന് കമ്പനി അറിയിച്ചു. ഉയർന്ന ഉൽപാദനക്ഷമത, മികച്ച ഇന്ധനക്ഷമത, ഡ്രൈവർക്ക് കൂടുതൽ സുഖസൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്ന പുതിയ ടോറസ്, ഹിപ്പോ ശ്രേണികൾ വാഹന ശൃംഖല ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ ലാഭം നൽകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 8 ലിറ്റർ A സീരീസ് 6 സിലിണ്ടർ എഞ്ചിൻ 360 HP കരുത്തു നൽകുന്നു. ഈ വിഭാഗത്തിലെ ഏറ്റവും മികച്ച 1600 Nm ടോർക്ക്, 430 മില്ലിമീറ്റർ വ്യാസമുള്ള ക്ലച്ച്, കരുത്തുറ്റ 9 മില്ലിമീറ്റർ കനമുള്ള ഫ്രെയിം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റന്റ്, ഓട്ടോമാറ്റിക് ട്രാക്ഷൻ കൺട്രോൾ, ചരിക്കാൻ സാധിക്കുന്ന ടോറസ് ഡേ ക്യാബിൻ എന്നിവയാണ് ടോറസ് ടിപ്പർ ശ്രേണിയുടെ സവിശേഷതകൾ. അശോക് ലൈലാൻഡ് മീഡിയം ആൻഡ് ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പ്രസിഡന്റ് സഞ്ജീവ് കുമാർ, നാഷണൽ സെയിൽസ് ഹെഡ് മാധവി ദേശ്മുഖ്, പ്രമുഖ ഉപഭോക്താക്കളുടെയും ഡീലർമാരുടെയും മാധ്യമ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അശോക് ലൈലാൻഡ് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ഷേനു അഗർവാൾ വാഹനങ്ങൾ പുറത്തിറക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. TVSന്റെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ EFX 3O മോഡലിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കമ്പനി EFX 3Oയുടെ രൂപകൽപ്പനയുടെ പകർപ്പവകാശത്തിന് അപേക്ഷ നൽകി. 2026 അവസാനമോ 2027 തുടക്കത്തിലോ EFX 3Oയുടെ വരവ് പ്രതീക്ഷിക്കാം. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നീക്കത്തിലാണ് TVSന്റെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായി വിപണിയിലെത്തുന്ന EFX 3Oയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. വണ്ടിയുടെ രൂപകൽപ്പനയുടെ പകർപ്പവകാശത്തിന് TVS അപേക്ഷ നൽകി. ഷാർപ്പ് ബോഡി പാനൽ, ചതുരാകൃതിയിലുള്ള ഹെഡ്ലൈറ്റുകൾ തുടങ്ങി ആധുനിക ഡിസൈൻ സവിശേഷതകളുള്ള വാഹനമായിരിക്കും EFX 3O എന്ന് പകർപ്പവകാശത്തിന് കമ്പനി നൽകിയ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. USD ഫ്രണ്ട് ഫോർക്കുകളും വലിയ ബാറ്ററി പാക്കിനുള്ള സ്ഥലവും ചിത്രങ്ങളിൽ കാണാം. ബെൽറ്റ് ഡ്രൈവ് ആൻഡ് സ്വിൻഗ്രാം സെറ്റപ്പിലും മിഡ് മൗണ്ടഡ് മോട്ടോറിലുമാവും വാഹനം എത്തുക എന്നും സൂചനയുണ്ട്. എയ്റോഡൈനാമിക്സിന് വലിയ പ്രാധാന്യം നൽകുന്ന മോഡലായിരിക്കും EFX 3O. സ്പോർട്ടി ഡിസൈനിലാണ് TVSന്റെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും താഴ്ന്ന ഹാൻഡിൽ ബാറും സിംഗിൾ സീറ്റുമെല്ലാം വാഹനത്തിന്റെ ഭാഗമാകും. പ്രീമിയം ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലേക്കായിരിക്കും EFX 3Oയുടെ വരവ്. അപ്പാച്ചെ RTR 310ന്റെ EV പതിപ്പാവാനാണ് സാധ്യത. 2026 അവസാനത്തിലോ 2027ന്റെ തുടക്കത്തിലോ EFX 3O വിപണിയിലെത്തിയേക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആൻഡ്രോയിഡ് ഫോണുകൾക്കായി കൂടുതൽ കരുത്തുറ്റ മോഷണ പ്രതിരോധ സംവിധാനം അവതരിപ്പിച്ച് ഗൂഗിൾ. മോഷണം തടയുകയും ഉപയോക്താക്കളുടെ വ്യക്തിഗത സാമ്പത്തിക ഡേറ്റ സംരക്ഷിക്കുകയുമാണ് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ഫീച്ചറിലൂടെ ഗൂഗിൾ ലക്ഷ്യമിടുന്നത്. ആൻഡ്രോയിഡ് 16 അതിനുശേഷമുള്ള പതിപ്പുകളിലോ പ്രവർത്തിക്കുന്ന ഫോണുകളിൽ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ഫീച്ചർ അവതരിപ്പിക്കും. ആൻഡ്രോയിഡ് ഉപകരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടാൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഉപയോക്താവിന്റെ ഡേറ്റ സംരക്ഷിക്കുകയാണ് പുതിയ ഫീച്ചറിലൂടെ ഗൂഗിൾ ലക്ഷ്യമിടുന്നത്. ഒതന്റിക്കേഷൻ, ഐഡന്റിറ്റി ചെക്ക്, ലോഗൌട്ട് രീതികൾ, റിക്കവറി ഓപ്ഷൻ എന്നിവയിലാണ് പ്രധാന മാറ്റങ്ങൾ. ആൻഡ്രോയിഡ് 15 അവതരിപ്പിച്ച ഫെയിൽഡ് ഒതന്റിക്കേഷൻ ഫീച്ചർ ഇപ്പോൾ കൂടുതൽ വിപുലീകരിച്ചു. ഫോൺ അൺലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടാൽ ഉപകരണം തനിയെ ലോക്കാവുന്ന ഈ സംവിധാനം ഇനി മുതൽ സെറ്റിംഗ്സിലൂടെ ഉപയോക്താവിന് ഇഷ്ടാനുസരണം ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ സാധിക്കും. ബാങ്കിംഗ് ആപ്പുകൾ, ഗൂഗിൾ പാസ്വേഡ് മാനേജർ തുടങ്ങിയ ഉപയോഗിക്കുന്നവർക്ക് ഐഡന്റിറ്റി ചെക്ക് എന്നിവ ഓപ്ഷൻ ഗുണകരമാകും. ഡസ്റ്റഡ് സ്പേസിന് പുറത്ത് വെച്ച് സെൻസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബയോമെട്രിക് ഉപയോഗിച്ച് തിരിച്ചറിയ രേഖപ്പെടുത്തൽ ഈ ഓപ്ഷൻ നിർബന്ധമാക്കുന്നു. ആൻഡ്രോയിഡ് 10 അതിനുശേഷമുള്ള പതിപ്പുകളോ ഉപയോഗിക്കുന്നവർക്കായി റിമോട്ട് ലോക്ക് സൗകര്യവും ഗൂഗിൾ പരിഷ്കരിച്ചു. മറ്റൊരു ഉപകരണത്തിൽ നിന്ന് നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യനിലൂടെ ഉടമസ്ഥൻ തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ ഈ സംവിധാനം സഹായിക്കും. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ ഡിഫോൾട്ടായി ലഭ്യമാക്കാൻ ഗൂഗിൾ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.